Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പിടഞ്ഞു തീരുന്ന ജീവിതങ്ങളെ കൈപിടിച്ചു കയറ്റാൻ മാൻഹോളിലേക്ക് ഇറങ്ങുന്ന മനുഷ്യദേവന്മാർ നമുക്ക് ആശ്വാസമാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന ദുഷ്ടതകളുമായി പാതാളത്തിലേക്ക് താഴ്ത്തുന്ന വേറെ ചിലർ. ഇത് ടോബി അല്ല, ഇതൊരു കാട്ടുമാക്കാൻ, തലതിരിഞ്ഞ കാലത്തിൻ്റെ പ്രതിനിധി. 10 നിമിഷങ്ങൾക്ക് പുറകിൽ നിന്നും നമുക്ക് ചില കാണാക്കാഴ്ചകൾ കണ്ടു തുടങ്ങാം. എന്തൊട്ട് തലയാടെ ഇത്? കൊടുങ്കാട് പോലെ ഉണ്ടല്ലോ. വല്ല അനാക്കൊണ്ട് അകത്തോട്ടാ. ഓരോരോ പരിഷ്കാരങ്ങൾ. എൻ്റെ മുടി എന്താണാവോ ഇങ്ങനെയാവാത്തേ? എങ്ങോട്ടാ പോണേ? ആരും കുറേ ഒപ്പിട്ടെ. ദാ ഇങ്ങോട്ട് വാ. ഹലോ, ഞാനാ സെക്യൂരിറ്റി. റൂം നമ്പർ 315ലേക്ക് 2 ജ്യൂസ്. നിങ്ങളാ മൈക്കിൾ ജാക്സന്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. അതെ, നല്ല ചെത്തുകളുണ്ടെങ്കിൽ ഒരു കുപ്പി തരാൻ മറക്കല്ലേ. ബോറടി മാറ്റാനാ. അയ്യോ, ഇന്നെന്റെ ജോലി പോവും. Hi.
ചാടിക്ക് സാറേ, ഇങ്ങോട്ട് ചാടിക്ക് സാറേ. ഓ നശിപ്പിച്ച്. വേഗോട് സാറേ, കൊരങ്ങ് സാറേ. ഓ ഇങ്ങനെ കിടന്ന് ചിലക്കണ്ട, ഇതേ പോലീസ് സ്റ്റേഷനാണ്, പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഹലോ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? ഹലോ, എന്താ പ്രശ്നം? സാറേ, ഇവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സാർ. ആര്? ടോബി എന്ന അയാളെ പേര്. എവിടെയാ? ഒക്സോണിയ ഫ്ലാറ്റിലാണ് സാർ. നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങളിപ്പോൾ വരാം. മാറങ്ങോട്ട്, മാറി നോക്ക്. I want all the formalities done immediately. യെസ് സാർ. Forensic and postmortem. ഷുവർ സാർ. മോള് വല്ലാണ്ട് ഭയങ്കരം. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഞാനത് കണ്ടുപിടിക്കും. കുറച്ച് സമയം തരണം. ഇന്ന് ഈ ഫ്ലാറ്റിലേക്ക് വന്ന എല്ലാവരും എന്റെ മുന്നിൽ ഉണ്ടാവണം. ബ്രിങ് ദ സെക്യൂരിറ്റി ഓൾസോ. ഓക്കെ സർ. പോലീസ് ഈ ജോലി കയറി അന്ന് മുതൽ ഞാൻ ചിന്തിക്കുകയാണ്, പരാതിക്കാരുടെ ശല്യമില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാവുമെന്ന്. അത് ഈ ജന്മത്തിലുണ്ടാവില്ല അല്ലേ? ഒരു തരത്തിൽ നിങ്ങൾ നമുക്ക് സമാധാനം തരില്ല. ഞങ്ങൾക്കൊക്കെ സമാധാനം തരേണ്ടവരല്ലേ സാറേ നിങ്ങൾ? എടോ, ഞങ്ങളും മനുഷ്യന്മാരാ, ഞങ്ങളും കുറച്ച് സ്വസ്ഥത ആഗ്രഹിക്കുന്നവരാ. അത് ശരി, ഇപ്പൊ അങ്ങനെ ചെയ്യാം. കുറുന്തോട്ടിക്കും വാദം പിടിച്ച എന്ത്? ഏയ് ഒന്നുമില്ല. വരാൻ പറ. എന്താ സാറിനെ ഒന്ന് കാണണം. ഏയ്, ഒരാള്. ഞങ്ങള് രണ്ടാളാ. നിങ്ങൾ രണ്ടാളാന്ന് എനിക്കറിയാം, ഒരാൾ ചെല്ലട്ടെ. ഞങ്ങള് രണ്ടാളും കൂടി ചേർന്നിട്ടില്ലേ സാറേ വന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ വരാൻ പറ്റില്ലേ? എന്റെ സാറേ, ഈ കാര്യം പറയാൻ ഞാനും കൂടി ഒന്നിച്ച് വേണം. നിന്റെ നാക്ക് അവന്റെ തൊള്ളക്കകത്താ. ഇതാ പറഞ്ഞ സാറേ, പോലീസിന് വിവരില്ലാന്ന്. പോലീസിന് വിവരമില്ല. കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും കൂടി വേണം. ഞാൻ ഒന്നും വേണ്ട സാർ. എന്താണ് പരാതി? പരാതിയല്ല സാർ, ഞാൻ കീഴടങ്ങാൻ വന്ന ഞാൻ ഒരാളെ കൊന്നു സാർ. ആരെ? ഒരു വൃത്തികെട്ട ജന്തുവിനെ. ആരാണ് അയാൾ? ടോബി എന്നാണ് സാർ അവന്റെ പേര്. എപ്പോ? എങ്ങനെ? കള്ളും മോന്തി എരിപിരി കൊള്ളണ നേരത്ത് കളിവാക്കാൽ പൊളി കണ്ണിട്ടൻ കരളിലിരിക്കണതാരാണ്? കള്ളും മോന്തി എരിപിരി കൊള്ളണ നേരത്ത് കളിവാക്കാൽ ഒളി കണ്ണിട്ടൻ കരളിലിരിക്കണതാരാണ്? കറി വെക്കണ ഓമനയോ കലിതുള്ളും ശാരദയോ? കറി വെക്കണ ഓമനയോ കലിതുള്ളും ശാരദയോ? കരിമീൻ കറി കപ്പ കലർത്തിയെ കൊത്തിയിളക്കണ നേരത്ത് ഉപ്പൻമിഴി പൂണ്ടാരൂപം ഒപ്പിയെടുക്കണ കൊതിയന്മാർ. കരിമീൻ കറി കപ്പ കലർത്തി കൊത്തിയിളക്കണ നേരത്ത് ഉപ്പൻമിഴി പൂണ്ടാരൂപം ഒപ്പിയെടുക്കണ കൊതിയന്മാർ. കള്ളും മോന്തി എരിപിരി കൊള്ളണ നേരത്ത് കളിവാക്കാൽ പൊളി കണ്ണിട്ടൻ കരളിലിരിക്കണതാരാണ്? കരളിലിരിക്കല് മാത്രമല്ലോ, കരളിലിരുന്നിരുന്ന് കരൾ എനിക്കിത് കിട്ടണം. പ്രേമത്തിന് വാല്യൂ.
വില കൂടിയ പെണ്ണ് ചതിക്കോ വില കൂടിയ മണ്ണു ചതിക്കും നില കൂടിയ പെണ്ണ് ചതിക്കോ വില കൂടിയ മണ്ണു ചതിക്കും കൊല ചത്തണ തെങ്ങ് ചതിക്കില്ലെന്ന് പറഞ്ഞത് നേരാണേ കൊല ചത്തണ തെങ്ങ് ചതിക്കില്ലെന്ന് പറഞ്ഞതു നേരാണേ വില കൂടിയ കള്ള് നിർത്തി കുടിയന്മാർക്കെന്ത് ചതുർത്തി വില കൂടിയ കള്ള് നിർത്തി കുടിയന്മാർക്കെന്ത് ചതുർത്തി നിലനിൽക്കണമെങ്കിൽ തെങ്ങിൽ കള്ളു കുടിക്കണമെന്നായി നിലനിൽക്കണമെങ്കിൽ തെങ്ങിൻ കള്ളു കുടിക്കണമെന്നാണ് മൂവന്തി കള്ളും മൊന്തി എരിപിരി കൊള്ളണ നേരത്തെ വിവാക്കാൽ പൊള്ളി കണ്ണിട്ടൻ കരളിലിരിക്കണതാകണേ അല്ല പിന്നെ വമ്പന്മാർ ഒന്നും അടിക്കും ഗതി കെട്ടാൽ വന്നു കുടിക്കും വമ്പന്മാർ ഒന്നും അടിക്കും ഗതി കെട്ടാൽ വന്നു കുടിക്കും രണ്ടെണ്ണം ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും പറയാണെന്നേ രണ്ടെണ്ണം ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും പറയാണെന്നേ തലമുണ്ടാൽ മൂടി മറയ്ക്കും മിണ്ടാതെ ഇരുന്നു കുടിക്കും മധുതലയിൽ ചെന്നു പിടിച്ചാൽ മുണ്ടില്ലാതെ മടങ്ങുന്നേ മധുതലയിൽ ചെന്നു പിടിച്ചാൽ മുണ്ടില്ലാതെ മടങ്ങുന്നേ വന്തിക്കള്ളും ഒന്നി എരിപിരി കൊള്ളണ നേരത്ത് കളിവാക്കാൽ ഒളി കണ്ടിട്ട് കരളിരിക്കണതാരാണ് വന്തിക്കള്ളും ഒന്നി എരിപിരി കൊള്ളണ നേരത്ത് കളിവാക്കാൽ ഒളി കണ്ടിട്ട് കരളിരിക്കണതാരാണ് അച്ഛന് ഏത് സ്വപ്ന കണ്ടേ പതിവ് പോലെ ഷാപ്പിലെ പാട്ടിയോടെ ആയിരിക്കും അല്ലേ? ഇന്ന് നല്ല രസമായിരുന്നടാ. എന്റെ കൂടെ കമ്പനിക്ക് നിന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ആ കണ്ടൽക്കാട് പോലെ മുടി വളർത്തിയ ചെക്കനില്ലേ, അവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനില്ലേ? നീ ഒട്ടും മോശമല്ല. അച്ഛൻ്റെ മോൻ. അമ്മ വന്നാലേ അച്ഛനെ ഇക്ഷ വരപ്പിക്കും. ഓ പിന്നെ അതെ അച്ഛാ, ഞാൻ പോകാൻ തുടങ്ങണേ. എങ്ങോട്ട്? ഈ അച്ഛൻ അതും മറന്നോ? ഏട്ടൻ ഹോസ്റ്റലിലേക്ക് പോവല്ലേ? അമ്മ വന്നിട്ട് പോയാ മതി മോനെ. അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞതാ അച്ഛാ. ഞാൻ പോട്ടെ. അല്ല, അവളെവിടെ പോയി മോന്തി നേരത്ത്? മോന്തി നേരോ? അച്ഛ ഇത് രാവിലെയാണ്. അമ്മ അമ്പലത്തിൽ പോയതല്ലേ? അയ്യോ, രാവിലെ ആയോ? ഞാൻ പോട്ടെ. ബൈ ബൈ. അതെ മോളെ, അവള് വരുന്നതിനെക്കാട്ടി മുമ്പേ ഞാൻ ജോലിക്ക് പോകുന്ന നല്ലത്. അല്ലേ കുഴപ്പമാ. ഇവിടുന്നെങ്കിലും നേരെയായി കിട്ടുമായിരിക്കും. ഗൗരി വരൂ. ഓം കാളി മഹാകാളി ഭദ്രകാളി ഓം ഹ്രീം ഹ്രീം സ്വാഹ ഓം ഹ്രീം ഹ്രീം സ്വാഹ. ഇരിക്കൂ. എന്താ? അതെ, ഇവളുടെ ഭർത്താവ് 24 മണിക്കൂർ കൂടിയ തേങ്ങാസ്വാമി അതൊന്ന് നിർത്തി കൊടുക്കണം. എല്ലാം നാം അറിയുന്നുണ്ട്. ഇതൊരു ദിവ്യ തേങ്ങയാണ്. മുറ്റത്തെ തുളസിത്തറയിൽ പ്രദക്ഷിണം വെച്ച് തേങ്ങ ഉടയ്ക്കുക. തേങ്ങ നേർപകുതിയായി ഉടയും. അതോടെ എല്ലാം അവസാനിക്കും. ആളെ വിളിക്ക്. ഒന്നോളൂ. ഗൗരി നിക്ക്. ഗൗരി, അയാളുടെ ഒരു തേങ്ങ ഒന്ന് നിക്ക്.
തേങ്ങ അങ്ങനെ ഉടഞ്ഞു എന്ന് വിചാരിച്ച് പേടിക്കണ്ട. അത് തേങ്ങയുടെ സ്വഭാവ. കുരുത്തല്ലാത്തോറ്റ തേങ്ങയുടെ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. നിക്ക് ഗൗരി. ഗൗരി, ഇവിടുത്തെ ഔസേ പുണ്യാളൻ വിളിച്ചാ വിളിപ്പുറത്താ. നന്നായി പ്രാർത്ഥിച്ച് നേർച്ചിട്ടോ. ഇനി കയ്യിലുള്ളത് 20 രൂപയാ. ഇതുകൊണ്ട് വല്ലോ നടക്കൂച്ച? നടക്കട്ടെ. നടക്കും നടക്കും, നീ നടക്കും. പുണ്യാളെങ്കിലും എന്റെ മാനം കാക്കണേ പുണ്യാളോ. നടന്നോ, നല്ലോണം പ്രാർത്ഥിച്ചോട്ടോ. പുണ്യാളോ. ഈശോയെ, നല്ലോണം പ്രാർത്ഥിച്ചില്ലേ? എന്നാ പോരു. അതെ, ഇത് ഇവിടം കൊണ്ടും തീർന്നില്ലെങ്കിലേ വേറൊരു മൊയിലിയാരുണ്ട്. അയാളൊരു പിഞ്ഞാണത്തിൽ എഴുതി തരും. അതങ്ങോട്ട് കലക്കി കുടിച്ചാണ്ടല്ലോ, പിന്നെ മദ്യം കൈ കൊണ്ട് തൊടില്ല. എന്താ ഗൗരി, വരാൻ താമസിച്ചോ? സാരമില്ല, മോ ഹോസ്റ്റലിലേക്ക് പോയി, മോള് സ്കൂളിലേക്കും പോയി. ഞാൻ ആ രണ്ടുപേരെയും കൊണ്ടാക്കി. നീ മാത്രം ബുദ്ധിമുട്ടിയാ പോരല്ലോ, അവരെന്റെയും കൂടെ മക്കളല്ലേ. ഞങ്ങളെ മാധവന് വേണ്ടി തേങ്ങാസാമിയുടെ അടുത്ത് പോയിട്ട് വരിക. അതുകൊണ്ട് ഗുണം ഉണ്ടാവാതിരിക്കുവോ എന്റെ തേങ്ങാസാമി? എന്റെ അഗസ്ത്യം പുണ്യാള, സമസ്ത അപരാധങ്ങളും പുറത്ത് എന്നെ നേർവഴിക്ക് നയിക്കണേ. എന്നാ ഞാൻ ജോലിക്ക് പോയിട്ട് വരട്ടെ. എന്റെ ദൈവമേ, നേരെയായോ? അല്ല, ഇതിപ്പോ പുണ്യാളനാ കനിഞ്ഞ് അതോ തേങ്ങാസാമിയാ? ചേച്ചി നടക്കണുണ്ടോ? ഇത് ഞാൻ കുറെ കണ്ടിട്ടുള്ള. ഇതിപ്പോ എന്നോട് എന്തൊരു ചൂടാവണത്? അത് കൊള്ളാം. ജാനുവിന്റെ പറമ്പിലെ തെങ്ങ് ഇന്ന് പറ്റിച്ചു. അവിടുന്ന് ഒന്നും കിട്ടിയില്ല. മൊത്തം കണക്ക് നമുക്ക് ശനിയാഴ്ച നോക്കാം. ആയിക്കോട്ടെ, എല്ലാം ഓക്കെ അല്ലേ? ആ പോകുന്നാണ് ചെത്തുകാരൻ മാധവൻ. ഭയങ്കര അധ്വാനിയാ, ഒരു ദുശീലമില്ലാത്ത മുത്ത്. പിന്നെ വായില് വിരലിട്ടാ പോലും കടിക്കില്ല. അല്ലെങ്കിൽ സ്വന്തം വിരല് വായിലിട്ട ആരും കടിക്കില്ല. അതല്ലടാ ശാവി. ദാ വരുന്നതാണ് കുടിയൻ മാധവൻ. ഭയങ്കര തല്ലിപ്പൊളിയാ. ദുശീലം കണ്ടുപിടിച്ചതാ ഇവനാ. ഡബിൾ റോളാ? റോളുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്താ ഗടിയെ ചപ്പട്ട റോളി നോക്കുന്നത്? പൊടിയിടാത്ത രണ്ടെണ്ണം എടുത്തേ. എടാ മാക്രി, ഓ സിനിമയാണെങ്കിൽ ഒന്ന് പിടിപ്പിച്ചോ. കിണ്ണം കാച്ചിയ സാധനമാ. മാധവ, നീ ചെത്തികളും നീ തന്നെ അല്ലേ കുടിക്കണേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഡബിൾ റോൾ കളിക്കണേ? അതെന്റെ ജോലി, ഇതെന്റെ സന്തോഷം. ഒന്ന് പറഞ്ഞു കൊടുക്കടാ. മാധവേട്ടൻ ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥമുള്ള ആളാ. കള്ളുടിക്കണ കാര്യത്തിന്റെ അതേ ആത്മാർത്ഥ. അരയാലും പൂത്തു തുടങ്ങി, പേരാലും പൂത്തു തുടങ്ങി, അരയാലും പൂത്തു തുടങ്ങി, പേരാലും പൂത്തു തുടങ്ങി. എന്ത് കള്ളിന്റെ കിക്ക്! ഷാപ്പ് ചെറുതാണേലും കള്ളും കൂടെ രണ്ടും മുറ്റ. അല്ലേട്ടാ, നമ്മുടെ ഷാപ്പിലൊക്കെ എന്തിനാ പെണ്ണുങ്ങളെ വെച്ചിരിക്കുന്നത്? മനുഷ്യരുടെ സ്വസ്ഥത കിടത്താൻ. ഞാനെന്ത് സ്വസ്ഥത കിടത്തേ? നീ കിടത്തല്ല, നീ ഉണർത്തല്ലേ ചെയ്യണത്. ഇവിടെ സപ്ലയർമാരിലും ഉണ്ട് ഒറിജിനലും പൊടിയിട്ടത്. മാധവാ, ഒന്നും വേണ്ടണ്ട. ഇവിടെ ബാറും ബീവറേജും ഇല്ലാണ്ട സ്ഥിതിക്ക് പൊടിയിട്ടതാണെങ്കിലും ഇതെങ്കിലും നിലയാക്കട്ടെ. അതെ അതെ. എന്നാ ശരി, ഞാൻ പോട്ടെ. ഗൗരി മോളും കാത്തിരിക്കും. ഓക്കെ, ബൈ. ചേട്ടാ, ഇന്നെനിക്ക് നേരത്തെ പോണം. പോകുന്നൊക്കെ കൊള്ളാം, നാളെ ഇങ്ങോട്ട് നേരത്തെ വരണം. ശരി, എന്നാ ഞാൻ ഡ്രസ്സ് മാറട്ടെ. സ്വിമ്മിംഗ് പൂളിൽ ഒരിക്കലും താമര വിരിയാറില്ല. താമര വിരിയുന്നത് ചെറിയും ചെളിയുമുള്ള കുടങ്ങളിലും തടാകങ്ങളിലുമാണ്. ഇവിടെ താമര വിരിയോ? വിരിയും. വെറും താമരയല്ല, അല്ല, നീലത്താമര. ഓ, എങ്ങനുണ്ട്? മുറ്റല്ലേ മുറ്റ്. തെങ്ങോ പനയോ? തെങ്ങ്, കൽപ്പവൃക്ഷം, ഒന്നും കളയാനില്ല. കരിക്കിനൊക്കെ എന്താ ഡിമാൻഡ്? ഇത് കരിക്കല്ല, തേങ്ങ, വിളഞ്ഞ തേങ്ങ. മുങ്ങാങ്കുടി
വിളഞ്ഞ തേങ്ങയല്ല, വിളവ് പഠിച്ച തേങ്ങയാ. പ്രായമില്ല. അമ്മേനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അച്ഛൻ കുടിക്കായിരുന്നോ? നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? അമ്മയ്ക്കും അച്ഛനെ പോലെ കുടിച്ചൂടെ? ഗൗരിയേ, അതെ, നിന്റെ മാധവന്റെ കുടി നിർത്താൻ ഒരു ഉഗ്ര സൂത്രണ്ട്. ഷാപ്പുകളൊക്കെ അടച്ചുപൂട്ടുക അതല്ലേ? ഈ ചകിണിക്കുട്ടി എന്തേ പറയണത്? നമ്മുടെ കല്ലമ്പാറ പാലം കടന്ന് ഇടത്തോട്ട് പോയ വലിയൊരാളുണ്ട്. അതിനടുത്തൊരു സ്വാമിയുണ്ട്. ഷവർമ്മ വെച്ച കോഴീനെ പോലും പറപ്പിക്കണ മുതല. സ്വാമി നടത്തുന്ന പൂജയിൽ പങ്കെടുത്താ കുടി അപ്പം നിൽക്കും. അതിന് മാധവേട്ടൻ അങ്ങോട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അവര് വരണ്ട, നമ്മള് വീട്ടുകാര് പോയാ മതി. പക്ഷെ അവിടെ പൂജ നടക്കുമ്പോ നമ്മുടെ ആള് പച്ചവെള്ളം പോലും കുടിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കണം. അതൊന്നും നടക്കണ കാര്യമല്ല. അതെ, കുടി നിർത്തണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്രയെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞോളാം അച്ഛനോട്, അച്ഛൻ കേട്ടോളൂ. കേൾക്കാതിരിക്കില്ല, അനുസരിക്കില്ലാന്നേ ഉള്ളൂ. നടക്ക് നീ. വേണമെങ്കിൽ മതി, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അല്ല പിന്നെ അരയാലും പൂത്തു തുടങ്ങി, പേരാലും പൂത്തു തുടങ്ങി, അരയാലും വല്ലതും കഴിക്കുന്നുണ്ടോ? എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. എടി, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവാ, എന്നിട്ട് വന്ന് കണ്ട് ആസ്വദിക്ക്. എടി, നമ്മുടെ മോള് കലാമണ്ഡലം ദുർഗാദേവിയെ പോലെ ആടുന്നത് കാണണ്ടേ? ആഹാ, എന്താ ഇത്? കപ്പയും മീൻകറിയോ? ഷാപ്പിൽ കിട്ടുന്നത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. സന്തോഷായില്ലേ? വളരെ സന്തോഷമായി. നല്ല എരി. പിന്നെ എന്തൊക്കെയാ ഷാപ്പിലെ വിശേഷങ്ങൾ മാധവേട്ട? എല്ലാവരും നന്നായിട്ട് കുടിക്കുന്നില്ലേ? പിന്നെ എനിക്കിട്ടാക്കിയതാണല്ലേ. നിനക്കറിയൂ, കുടി നിർത്തണമെന്ന് കരുതിയിട്ടാ ഓരോ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അയ്യോ, അച്ഛൻ കുടി നിർത്തിയാ ഈ വീട്ടില് മനസ്സമാധാനം ഉണ്ടാവില്ലേ? അപ്പൊ പിന്നെ നീത് മോൾക്കൊന്നും കരഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുമോ? ശീലായി പോയതല്ലേ അച്ഛാ. മാധവേട്ട, ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും കൂടി നിർത്താൻ മോഹമുണ്ടോ? പിന്നെ എന്താ സംശയം? പക്ഷെ നൊരഞ്ഞു വരുന്ന സാധനം കാണുമ്പോഴാ. അതാ ശരി, ഒരു ദിവസം മാത്രം കള്ളു കുടിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഒരൊറ്റ ദിവസം. ഒരു ദിവസം? ഹൈ, അതെന്തൊരു ദിവസമാ? ഞാനിരിക്കാം. മതി, അത് മതി. എന്നാ പിറ്റേ ദിവസം മുതൽ എന്റെ അച്ഛൻ കുടിക്കില്ല. അതെന്ത് സൂത്രമാ? അതൊക്കെ ഉണ്ട്. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. കല്ലമ്പാറ സ്വാമി എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? വലിയ സിദ്ധനാ. അതിന് അദ്ദേഹം മാറ്റിത്തരും ഏട്ടന്റെ ഈ കള്ളുകൂടി. അച്ഛാ, ഞങ്ങൾ സ്വാമിയെ കാണാൻ പോയി വരുന്നത് വരെ ഇവിടെ നല്ല കുട്ടിയായിട്ടിരുന്നാ മാത്രം മതി. എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല. ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയല്ല അച്ഛാ, ഒന്നനുസരിച്ചൂടെ? ഒരു ദിവസം. അതോടെ കുടി നിർത്തുമെന്നുള്ള ഉറപ്പാണല്ലോ? ഉറപ്പ്. എന്നാ ആയിക്കോട്ടെ. എന്താ ഗോപിയേട്ടാ, പണിക്കൊന്നും പോയില്ലേ? ചോക്ലേറ്റ്. എന്തിനാ ഗോപിയെ ഓരോന്നോരോന്ന് കൊണ്ടു കൊടുക്കണം? വെറുതെ കാശ് കളയായി. മീനു എന്റെ കൂടി പെങ്ങളല്ലേ ഗോപിയേട്ടാ. മാത്രമല്ല, ഒരു കൂടപ്പിറപ്പില്ലാത്തതിന്റെ വിഷമം മാറുന്നത് ദാ ഇവിടെ കാണുമ്പോഴാ. ഗോപിയേട്ടാ വാ. ഞങ്ങള് വരുന്നവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് കേട്ടോ. കല്ലമ്പാറ സ്വാമി കുടി നിർത്തിക്കുമെന്ന് ഉറപ്പല്ലേ? നാളെ ഷാപ്പ് ചെന്നാ കള്ളും കൂടെ കാണുമ്പോ തന്നെ വാളു വെക്കും. എന്താ ഈ അവലും ജാതി പറയുന്നത്? കള്ള് കുടിക്കാതെ തന്നെ ഫിറ്റ് ആകുമെന്നോ? അറപ്പ് കാരണം വാളു വെക്കുന്നു. ശരി, നമുക്ക് നോക്കാം. ഇത് ചീറ്റിയാ പിന്നെ ഞാൻ എന്റെ പാട്ടിന് പോകും കേട്ടാ. ആയിക്കോട്ടെ, ചീറ്റിട്ട് വേണ്ടേ. ബൈ. ഇതെന്തുട്ടത്? വിശ്വാമിത്ര മഹർഷിയെ പോലെ ഇരിക്കണേ. പുലിന്ന് ചെത്താൻ പോയില്ലേ? ഇല്ല, ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നമ്മുടെ ഗഡികളെല്ലാം ഇങ്ങോട്ട് വിളിക്കും. അത് ഞാനേറ്റു. ദിപ്പ വിളി തുടങ്ങണ്. ഗോവൻ എന്താ മാധവേട്ട ഒരു ഇരിപ്പ് റോള്? ഞാൻ കുടി നിർത്തി. മാധവേട്ട, നിങ്ങൾ കുടി നിർത്തിയെന്നാണോ അതോ കുളി നിർത്തിയെന്നാണോ ഗഡി പറഞ്ഞത്? കുടി നിർത്തി.
പിന്നെ എന്തിനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയേ? ഒറ്റയ്ക്ക് ഇരുന്നാലേ എനിക്ക് എന്തെങ്കിലും തോന്നും. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ. അതെ, എനിക്ക് പഞ്ചായത്ത് ഓഫീസിൽ കുറച്ച് കാര്യം ഞാൻ പോയിട്ട് വരാം. ഞാനും വേണ്ട. ഏയ് നിങ്ങളിങ്ങനെ സ്കൂട്ടായാലെങ്ങനെ? മാതേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളല്ലേ കൂടി നിർത്തിയത്, ഞങ്ങളല്ലോ. ഞങ്ങൾ ചെറുതായിട്ട് മിനിങ്ങണയിൽ എന്തെങ്കിലും വിരോധം ഉണ്ടാ? സംഗതി ശരിയാണ്, പക്ഷെ ഇവിടെ പറ്റില്ല. പൂജയെ ബാധിക്കും. വേണമെങ്കിൽ തൊഴുത്തി വെച്ചയക്കും. ഓക്കേ, എന്നാ ഞങ്ങൾ സെറ്റപ്പ് ആയിക്കോട്ടെ. ഞാൻ മാധവേട്ടനെ കൂടെ ഉണ്ടാ? ഇവിടെ വന്നേരെ. മരിച്ച പോലെ പോയി ദൂഷം. മാധവേട്ടാ, അടിച്ചില്ലല്ലോ, ഒരു കമ്പനി ഒന്നൂടെ? അതിനെന്താ, നമുക്ക് വിൽ പവർ ഉണ്ടല്ലോ. ഞാനൊന്ന് തീരുമാനിച്ചതാ. ഗടി ഇന്നെന്താ പുളിയൊക്കെ ഉണ്ടോ? പിടിപ്പിച്ചേ. ഏയ് തൊടില്ല. ഓവറാവാണ്ടിരുന്നാ മതി, ആരും അറിയില്ല. ഒരു ഗ്ലാസ് കുടിച്ചെന്ന് വെച്ച് കല്ലമ്പാറ സ്വാമി കോപിക്കില്ല മാധവേട്ടാ. ആണോ? അവസാനം ചളവാവോ? ഇന്നെനിക്ക് വാക്ക് പാലിക്കേണ്ടതാ. ഉണ്ടേന് ചേട്ടൻ മനസ്സൊന്ന് നിയന്ത്രിച്ചാ മതി, മണം പോലും ഉണ്ടാവില്ല. കുടിച്ച മണം പോവാൻ ഞാൻ യോഗ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിനക്കോണോണ്ടല്ല. അതെന്റെ യോഗം. വണ്ടി പോയാലോ? ശരിയാക്കി ഇവിടെ സാധനം കഴിയാറായിട്ടിരിക്കണേ. ഹലോ, കോയക്കല്ലേ? ഇതവിടെ സാധനം തീർന്നിരിക്കുക. വരുമ്പോഴേ നമ്മുടെ മിലിറ്ററി രാമേട്ടന്റെ അവിടെ ഫുൾ ഇങ്ങോട്ട് മേടിച്ചോ. കാശൊക്കെ ഞാൻ കൊടുത്തോളാം. പിന്നെ വരുമ്പോ ആ ഗോപിനെയും കൂട്ടിക്കോ. ബാക്കിയുള്ളതുകൊണ്ട് തളിച്ചാ മതി. മാധവേട്ടാ, കടിച്ചു പറിക്കാൻ വല്ലതും വേണ്ടേ? അതെ, ഇവിടെ നിറച്ച് കോഴിയുണ്ട്. ഞാൻ ബെസ്റ്റ് കോഴിക്കറുണ്ടാക്കിരാം. അത് ഗൗരിയുടെ കോഴിയാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം കോഴിയല്ലേ? വേണമെങ്കിൽ ഒന്നിനെ പിടിച്ചു. വേണം ഞാനിതും പിടിക്കാം. പിന്നെ അയലോക്കത്തെ കോഴി മാധവേട്ടാ, എഴുന്നേൽക്ക്. ഗൗരി, പോയ കാര്യം എന്തായി? കുറച്ച് കഞ്ഞിവെള്ളം വേണം, ഭയങ്കര വിശപ്പ്, അതുകൊണ്ടാ. മോളാണ്, അമ്മച്ചിയാണ് ഞാൻ ഇനി കുടിക്കില്ല, സത്യം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. മോളെ, അച്ഛനും ജോലിക്ക് പോണ്ടേ? ഓ, ഈ സ്നേഹം കണ്ടാത്തൊന്നും തിരിച്ചു വരുമ്പോ മധുരപലഹാരവും കൊണ്ട് വരുമെന്ന്. നീ കളിയാക്കണ്ട. ഞാനൊരു ദിവസം നന്നാവും. എന്നെ മലർത്തി കടത്തി വായിലൊഴിച്ചു എന്നാലും പറഞ്ഞു കിടക്കും ഞാൻ. എടി, സത്യമായിട്ട് ഞാൻ ഇന്ന് എന്റെ മോക്കൊരു ഉടുപ്പുമായിട്ടേ വരത്തുള്ളൂ. നീ നോക്കൂ, ഈ ചപ്പട്ട റോള് മാധവൻ ഇനി എടുക്കില്ല. ഇന്നലത്തെ മൊയ്രി നമ്മൾ ഇനി എന്താ കൂടുക? അതെ, പോടാ തണ്ടി. എന്നെ ഇനി അതിനൊന്നും കിട്ടില്ല. ഇത് മോർണിംഗില് കണ്ണുപിടിക്കണില്ലല്ലോ. ഡീസന്റ് ടൈം വന്നൂല്ലോ. രാവിലെ തന്നെ വന്ന് കേറിയല്ലേ. ഗൗരിയെ, ഞാനും ശ്രീമതി ഒരു യാത്രക്ക് പോവാം. ഇവളുടെ വകയിൽ ആരോ ചാവാൻ കിടക്കുന്നു അത്രേ. വകയിൽ ആരുമല്ല, ഇളയപ്പനാ. ആയിക്കോട്ടെ, ഇളയപ്പനെങ്കിൽ ഇളയപ്പൻ. അപ്പോ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. പറ്റുമെങ്കിൽ വേളാങ്കണി വരെ ഒന്ന് പോണം. താക്കോലൊന്ന് പിടിച്ചേ. റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കണേ. ഗൗരി, എന്തുട്ടാ നിന്റെ കണ്ണ് കലങ്ങിരിക്കുന്നത്? മാധവൻ വല്ലതും പറഞ്ഞോ? ഇന്നലെ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഗൗരിയെ, നീ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അവനെ വഷളാക്കുന്നതേ അവന്റെ ചില കൂട്ടുകാരാണ്. അങ്ങനെ പറയരുത്. അങ്ങനെ തന്നെ പറയോടാ. ഞാനും മാധവനെ ക്ലാസ്മേറ്റ്സ് ആണ്. അവന്റെ അവസ്ഥ കണ്ടില്ലേ? എടോ വാര്യരെ, കയ്യിൽ ചെമ്പ് വരണെങ്കിലേ അതനുസരിച്ച് കളിക്കണം. അതാ കന്നാലിക്ക് അറിയില്ലല്ലോ. ആ പറഞ്ഞു ശരിയാ. താൻ തെറ്റും ശരിയും പറയാൻ നിക്കണ്ട. പോ നോക്ക്. അത് ശരിയാ. അല്ല, ഏതപ്പ ശരി ഇപ്പൊ ഇതില്? അപ്പൊ പിന്നെ ഗൗരി, ഞങ്ങള് വരട്ടെ മോളെ. ജനലയുടെ സൈഡിൽ വല്ലതും വെച്ചോണ്ടോ?
അതേട്ടാ. ചേട്ടാ എനിക്കൊരു 2000 രൂപ വേണം, കുട്ടിക്ക് ഉടുപ്പെടുക്കാൻ. എനിക്കറിയാടാ മാധവ നിന്റെ കളി. ആ വക്കച്ചന്റെ ടീമിന്റെ കൂടെ കൂടി വിദേശി അടിക്കാനല്ലേ? സത്യമായിട്ടുമല്ല. എത്ര സത്യട്ടാലും 10 പൈസ തരില്ല. എന്റെ മോൾക്കൊരു ഉടുപ്പെടുക്കണം. അതിന് ചെറിയ വിലയുടെ വിലതും മേടിച്ചാ പോരെ? പോരാ, എടുക്കുമ്പോ നല്ലതെടുക്കണം. അവളുടെ കണ്ണും മനസ്സും നിറയണം. സംഗതിയൊക്കെ കൊള്ളാം. പല തവണയായിട്ടേ നീ 5000 രൂപ കടം വാങ്ങിയിട്ടുണ്ട്. അതിങ്ങ് തിരിച്ചു എന്നിട്ട് ആലോചിക്കാം. മാധവ മാധവ അവിടെ നിക്കടാ. അതവിടെ വെച്ചേ. ഇത് ഒഴിച്ചു കളഞ്ഞാലും ശരി, ഞാൻ തരില്ല. ദാ നീ പറഞ്ഞ 2000 രൂപ ഞാൻ കന്നാസുർ തന്നേ. ആ പിന്നെ 2 മാസത്തേക്ക് പണമിടപാട് പറ്റില്ല കേട്ടോ. ഓക്കെ. ആ ഗോപിയെ, ഷാജി എന്താ നനഞ്ഞ പടക്കം പോലെ നിൽക്കുന്നത്? ഒന്നുമില്ല മാധവ, ഞാൻ ഒരു കാര്യത്തിന് വന്നതാ, പക്ഷേ ശരിയായില്ല. നീ കാര്യം പറയ്. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. മോക്കൊരു ഉടുപ്പ് കൊണ്ടുവരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ അത്രേ ഉള്ളൂ. കാശുള്ളപ്പോ വാങ്ങാമല്ലോ. കട എങ്ങോട്ടും പോവില്ല. നീ വാ. എവിടെയാ ചേന്റെ ഉടുപ്പ്? വാങ്ങിയില്ല അല്ലേ? ഉടുപ്പ് നാളെ ആയാലും വാങ്ങാമല്ലോ. നാളെ എൻ്റെ മോളുടെ പിറന്നാളാ മാധവ. മോളിഞ്ഞു വന്നേ. നിന്റെ അച്ഛൻ മോളെ ഒന്ന് പറ്റിച്ചല്ലേ? അസലൊരു ഉടുപ്പല്ലേ മോക്ക് അച്ഛൻ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. നോക്കിയേ. താങ്ക് യു അച്ഛാ. എങ്ങനാ മാധവ? അതങ്ങനെ വരട്ടെ. നിനക്ക് വന്ന് കിടന്നൂടെ കുട്ടിയെ? അച്ഛൻ അതൊക്കെ മറന്നു കാണും. അച്ഛൻ ഉടുപ്പ് കൊണ്ടുവരും, അമ്മ നോക്കിക്കോ. അരയാലും പൂത്തു തുടങ്ങി, പേരാലും പൂത്തു തുടങ്ങി. അമ്മേ, അച്ഛൻ എന്നും കുടിച്ചിട്ടുണ്ട്. അച്ഛാ, ഉടുപ്പ് വാങ്ങിയില്ലേ? ഞാൻ ഉടുപ്പ് വാങ്ങിയാലേ എന്റെ മോക്ക് ഇഷ്ടമാവില്ല. അതൊക്കെ അമ്മ വാങ്ങിച്ചു തരും. ഗൗരി, ഇതാ മോക്ക് നാളെ തന്നെ നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്ക്. എവിടുന്ന ഇത്രയും കാശ്? അതൊക്കെ കിട്ടി. എന്നാ സുമിത്രേച്ചിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത് തിരിച്ചു കൊടുത്താലോ? അതിന് ഞാൻ നാളെ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഇത് വെച്ച് എന്റെ മോക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു. എനിക്ക് മുതൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടാ. ഗോപിയേട്ടൻ എന്തുട്ടെ പേടിക്കണേ? അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. എന്താ ആങ്ങളെയും പെങ്ങളും കൂടി ഒരു ചർച്ച? അച്ഛൻ എന്താ ഇങ്ങനെ? സൂക്ഷിക്കണം. സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. എനിക്ക് തല കറങ്ങണ പോലെ തോന്നുന്നു. ഞാനൊന്ന് കിടന്നോട്ടെ. കിടന്നോ, ഞാൻ പോവാട്ടോ. കേട്ടാ
അമ്മേ ഇതാ മീനുന്റെ അങ്കിള്. ഇരിക്കൂ. ഞാൻ ടോബി, ഒരു ചെറിയ സാമൂഹ്യ പ്രവർത്തകനാ. സ്ത്രീ സമൂഹത്തിനെതിരെ എന്ത് നെറികേടുണ്ടായാലും അതിനെതിരെ പ്രതികരിക്കുന്ന മനസാക്ഷി എന്ന സംഘടനയുടെ ഒരു എളിയ പ്രസിഡന്റ്. അതേതായാലും കൊള്ളാം. പേപ്പർ തുറന്നാൽ മുഴുവൻ പീഡന വാർത്തകളാണല്ലോ. അതിനെതിരെ പോരാടാൻ നിങ്ങളെങ്കിലും ഉണ്ടല്ലോ. മീനൂട്ടി എന്തേ 2 ദിവസമായിട്ട് സ്കൂളിൽ വരാത്തെ? അത് പിന്നെ അവക്ക് പനിയാ. പിന്നെ ഞാനത് എങ്ങനെ നിങ്ങളോട് പറയുക? നിങ്ങളുടെ ഭർത്താവിന്റെ സുഹൃത്തായ ഗോപിയെ കുറിച്ച്. എന്താ അതിവിടെ പറയാമോന്ന് എനിക്കറിയില്ല. എന്നാ പറയാതിരിക്കാനും വയ്യ. ടോബി പറഞ്ഞോളൂ, ഞങ്ങളെ ഒന്നും അന്യരായിട്ട് കാണണ്ട. അയാള് ശരിയല്ലേ ചേച്ചി? ഗോപിയോ? എന്താ അങ്ങനെ പറയുന്നേ? അയാൾക്കിപ്പോ സ്വന്തം മോളെ പോലും തിരിച്ചറിയാതായിരിക്കുന്നു. ഈശ്വര, എന്താ അമ്മേ? ഓ, ഞാനിതങ്ങ് മറന്നു. എന്നാ ഞാനങ്ങോട്ട്. ഗൗരി, നമുക്ക് വേഗം പുറപ്പെടാം. എന്തേ? മോന് പെട്ടെന്ന് തലകറങ്ങിയിട്ട് ആശുപത്രി കിടത്തിയിരിക്കുകയാണ്. ഈശ്വര, അവൻ എന്ത് പറ്റി? ഒന്നുമില്ല, നീ വേഗം വാ. മോള് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. ഏട്ടാ പറ, മോൻ എന്താ ഉണ്ടായത്? ഞാൻ വിളിച്ചു ചോദിച്ചു. ഇന്നലെ രാത്രി കുട്ടികൾ കമ്പനി കൂടിയപ്പോ ഇത്തിരി ഓവറായതാ, അല്ലാതെ പേടിക്കാൻ ഒന്നുമില്ല. നീ വാ. മീനു ഇന്നും ലീവാ. നമുക്ക് അവിടെ വീട്ടിൽ പോയി നോക്കിയാലോ? ഇപ്പൊ വേണ്ട, വൈകിട്ട് പോവാം. ഇന്നെന്താ സ്കൂളില്ലേ? അപ്പൊ മക്കളൊന്നും അറിഞ്ഞില്ലേ? ഈ സ്കൂളിൽ ഒരു കുട്ടി മരിച്ചു. ആര്? പേര് മീനു. സ്വന്തം തന്താര് തന്നെ. കലികാലം, അല്ലാണ്ട് എന്താ പറയാ. എന്ത് ചോദിച്ചാലും നീ എന്തുട്ടിനാ കരയണേ? എന്ത് പറ്റി നിനക്ക്? മീനു, ഞാൻ പുതിയൊരു മാജിക് പഠിച്ചിട്ടുണ്ട്, കാണിച്ചു തരട്ടെ? ഓടാ, പിന്നെ കാണിക്കാം. ഓ ജാട. മീനു, എന്താ അച്ഛാ പറ. എന്റെ അച്ഛൻ അയാള് ചീത്തയാ. അച്ഛൻ അങ്ങനൊക്കെ? ടോബി മാമ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ എനിക്ക് തല കറങ്ങണ പോലെ തോന്നി. പിന്നെ നമുക്കിത് ടീച്ചറോട് പറഞ്ഞാലോ? വേണ്ട, അച്ഛൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഇവിടെ എന്താ 50 നാൾ എടുക്കണ്ട, അങ്ങോട്ട് മാറിക്കട. അവരോട് പോയി ഞങ്ങൾ ചെയ്തോളാം. മാറിക്ക് മാറിക്ക്. എന്താടാ പോലീസുകാരെ കണ്ടിട്ട് ഒരു ബഹുമാനമില്ലാത്ത? ഇങ്ങോട്ട് എണീക്കടാ. ഇത്രയും വലിയ വൃത്തികേട് ചെയ്തിട്ട് ഒരു കുറ്റബോധമല്ലാതിരിക്കുന്നു. നടക്കടാ. നിരപരാധിയാണ്. അത് മനസ്സിലായി. നീയൊക്കെ സത്യം പറയാൻ ഇങ്ങനൊരു പിടുത്തം പിടിച്ചാ മതി. നടക്കണം. ഒരു കാര്യം പറഞ്ഞോട്ടെ മാധവ, ആരൊക്കെ വിശ്വസിച്ചാലും നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. എല്ലാം എനിക്കറിയാം. ടോബി ഇനിയും വരും പല രൂപത്തിലും. അവനെ വിശ്വസിക്കരുത്. അവനെതിരെ തെളിവ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല മാധവ. സ്വന്തം മോളെ പീഡിപ്പിച്ചു കൊന്ന അച്ഛൻ എന്നുള്ള പേരെനിക്ക് കിട്ടി. ഞാൻ പോവുക. ഒരച്ഛനും ഇനി ഗതി വരാതിരിക്കട്ടെ. വല്ല പേടിപ്പനിയാണാവോ? കുട്ടിയുടെ മുഖം കണ്ട എനിക്കും തോന്നി. മോള് വല്ലതും കണ്ട് പേടിച്ചോ? ആ കണിയാനെ ഒന്ന് കാണണം. കല്ലമ്പാറ സ്വാമിയെ കണ്ടാലോ? മരുന്ന് കൊടുക്കുന്നില്ലേ നീ? സുമിത്രേച്ചി ഇന്നും പൈസ ചോദിച്ചു. ആ, ഞാനത് മറന്നു. പൈസ കിട്ടുമെന്ന് ഞാൻ പോയി നോക്കട്ടെ. ശരി. മോള് പേടിക്കണ്ട കേട്ടോ. എന്നിട്ട് നീ ഇത് പോയി ഏവരാം സാറിന് കൊടുത്തിട്ട് നീ അങ്ങോട്ട് ഓഫീസിൽ. സാറേ വീട്ടിലിരിക്കണ്ടേ? ആ,
എന്നിട്ട് വേണം അവളെയും ഇവിടെ ഐസിയു കിടത്താൻ. നീ പറയുന്നത് കേക്കടാ. ചെല്ലേ. ആ വക്കച്ച ആ മാധവ, എന്താ പണി? നീ എന്തുട്ട എന്നെ കാണണം എന്ന് പറഞ്ഞേ? നീ ആദ്യം അത് പറ. വക്കച്ച എനിക്ക് ഇത്തിരി കാശിന്റെ ആവശ്യമുണ്ട്. ഓ നന്നായി. എടാ മാധവ, 1 കോടി രൂപ ഈ നേരത്തെ എനിക്ക് കിട്ടിയ അത് തികയില്ല. അത്രയ്ക്കും വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. അതെന്താ വക്കച്ച? അതൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാ നിന്റെ മനസ്സമാധാനം കളയുന്ന? അല്ല മാധവ, നിനക്ക് എന്തുട്ടനാ ഇപ്പൊ കാശ്? മോൾക്ക് നല്ല പനി, കയ്യിലാണേലും ഒന്നുമില്ല. മോളുടെ കാര്യമാണോ? അത് മുന്നേ പറയണ്ടടാ. ഇത് പിടിക്ക, വേഗം പോയി ഡോക്ടറെ കാണിക്കും. ഇത്രയും കാശൊന്നും വേണ്ട വക്കച്ച. മാധവ, ഞാൻ പറഞ്ഞില്ലേ, 1000 2000 കൊണ്ട് എന്റെ കാര്യമൊന്നും ശരിയാവില്ല. മോളുടെ സൂക്കേട് മാറട്ടെ. ചെല്ലേ. അല്ല, എന്താ ഇവിടെ? ആരാ കിടക്കുന്നത്? നീ സ്കൂട്ട് അവിടെ കടി. കഥ പറയാനുള്ള മൂഡിലല്ല ഞാനിപ്പം. വിശുദ്ധമായി ഞാൻ പിന്നെ പറയാം. എന്നാലും വക്കച്ചന് വന്ന ഒരു മാറ്റം. 1000 ചോദിച്ചപ്പോ 5000 തന്നല്ലോ. അതെ, നിങ്ങൾ ഇപ്പോഴും ഗോപിയുടെ കാര്യം ആലോചിച്ചിരിക്കുകയാണോ? ലോകത്ത് ആരും ചെയ്യാത്ത തെണ്ടിത്തരമല്ലേ അയാൾ ചെയ്തത്? സ്വന്തം മോളെ ഗോപിയെ വെറുതെ കുറ്റപ്പെടുത്തരുതെന്ന് നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കൂട്ടുകാരനൊക്കെ തന്നെയാ. തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാ. ആരാടി പറഞ്ഞത് ഗോപിയാ കുട്ടിയെ കൊന്നതെന്ന്? ടോബി. ടോബിയോ? അതെ, എത്ര നല്ല പയ്യനാണെന്നറിയോ? ആരാടി പറഞ്ഞ ടോബി ഇവിടെ കേറ്റാൻ? ഞാൻ അവനെ ഒരു അനുജനെ പോലെ കാണുന്നത്. നിങ്ങളുടെ ഗോപി പോലൊരു ചെറ്റയൊന്നുമല്ല അവൻ. മതി, എന്തൊട്ട് തേങ്ങയായി കാണിക്കണേ? എനിക്കിന്ന് കുടിച്ചു മരിക്കേ. മാധവേട്ടന് മരിക്കണമെങ്കിൽ ഈ ലോകത്തുള്ള ഷാപ്പിലെ കള്ള് മുഴുവൻ വേണം. അത് വിട്. എന്തുട്ട പ്രശ്നം? കുറച്ചു ദിവസമായിട്ട് എന്റെ കുട്ടിക്ക് വല്ലാത്ത മാറ്റമുണ്ട്. മതിയെങ്കിൽ മോള് കിടന്നോ. നീ അടുക്കളയിലോട്ട് ചെല്ല്, ഞാൻ മോളെടുത്തിരുന്നോളാം. എന്റെ മോക്ക് എന്ത് പറ്റി? വേണ്ട വേണ്ട മോളെ മാറി നിക്ക്. അച്ഛൻ ചീത്തയാ, എല്ലാ അച്ഛന്മാരും ചീത്തയാ. പോവാനല്ലേ പറഞ്ഞേ? എന്നെ പീഡിപ്പിക്കാനല്ലേ? എല്ലാ അച്ഛന്മാരും ചീത്തയാ. എന്താ എന്റെ കുട്ടി പറഞ്ഞേ? നിങ്ങൾ എന്താ എന്റെ കുട്ടിയെ ചെയ്തത്? എന്റെ കുട്ടിയെ ഇതുപോലത്തെ ഒരു പ്രശ്നം ലോകത്ത് ആരും അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനുണ്ട്. അവൻ എന്റെ വീട്ടുകാരെ കടിച്ചു, നാട് മുഴുവൻ കടിച്ചു. എല്ലാവർക്കും പേളാകുന്നതിന് മുമ്പ് എനിക്കത് ചെയ്യണം. മാധവേട്ടൻ വിളിച്ചാൽ ഞാൻ എവിടെയും വരും. ഒരു വടി ഞാനും കൈപ്പിടിക്കും. പോലീസ്, കേസ്, കോടതി, അതൊക്കെ എനിക്ക് പുല്ല. മുകളിൽ ആകാശം താഴെ ഭൂമിയായിട്ടുള്ള എനിക്ക് ആരെ പേടിക്കാനാ മാധവേട്ട? ഇത് കുടിക്കും. ഹലോ, ഞാൻ സെക്യൂരിറ്റി. റൂം നമ്പർ 315ലേക്ക് 2 ജ്യൂസ്. നിങ്ങളെ മൈക്കിൾ ജാക്സന്റെ കയ്യിൽ കൊടുത്തു വിട്ടാ മതി. അതെ, നല്ല ചെത്തുകൾ ഉണ്ടെങ്കിൽ ഒരു കുപ്പി തരാൻ മറക്കല്ലേ. ഫ്ലാറ്റിലുണ്ടാവും. മുകളിലാണെന്നാ തോന്നുന്നത്. നോക്കാം.
അവൻ കിറങ്ങിയിരിക്കട്ടാ. അവൻ ഇതുവരെ അനുഭവിക്കാത്ത ലഹരിയല്ലേ നമ്മൾ കൊടുക്കാൻ പോകുന്നു. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാൽ വേഗം ചാവാടാ. ഒരച്ഛനെ കൊണ്ട് താങ്ങാനാകാത്ത വേദനയല്ലേടാ നീ എനിക്ക് തന്നത്. Let's close the file and produce him to the court. Let the court decide his destiny. Yes, sir. Yes, sir. Excuse me, sir. Call for you. Hello. I'll be there in a moment. പ്രതി റിമാൻഡ് ചെയ്യാൻ വരട്ടെ. Sir. ഒന്നിലധികം പേർ ചേർന്ന് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് സർ. ഇതെല്ലാം ബൂട്ട്സ് ഇട്ട് ചവിട്ടിയാന്റെ പാടുകളാണ്. കത്തി പോലുള്ള ഏതോ ആയുധം കൊണ്ട് കീറിയ പാടാണിത്. തീർന്നില്ല സർ. .9 mm 3 ബുള്ളറ്റുകളും ഈ ബോഡിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ മാധവനപ്പോ നമ്മൾ വിട്ടുകളാക്കുകയായിരുന്നു അല്ലേ സാർ? Truth will be revealed. Why the police is here. അവിടെ മാത്രം തല്ലല്ലേ. സ്പോഞ്ച് പോലെ. സത്യമല്ല തുറന്നു പറഞ്ഞാണോ സാർ ഇങ്ങനെ അടിക്കുന്നത്? അമ്മയാണ് ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ ഞാനൊന്നും ചെയ്തില്ല സാർ. ഒരു നിരപരാധി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കണോ? അന്നേ ദിവസം ഫ്ലാറ്റിലേക്ക് ആരൊക്കെയാ വന്നതെന്ന് ഓർത്ത് പറയാമോ? എപ്പം മുതൽ പറയണം സാർ? അതിരാവിലെ മുതൽ അവിടെ വന്ന് പോയവരാരെന്ന് തുറന്നു പറയണം. രാവിലെ ഒരു പാൽക്കാരൻ, അത് പതിവുള്ളതാ. അതും പറയണോ? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പറയാം സാർ. പറയടാ. പാൽക്കാരൻ, പിന്നെ ഡ്രസ് അയൺ ചെയ്യുന്ന നമ്മുടെ കനകം, രവീന്ദ്രൻ ഡോക്ടർ, മാധവൻ, പിന്നെ മുടി എന്നെ പോലെ വളർത്തി ഒരുത്തനും അവന്റെ കൂട്ടുകാരും. നിന്റെ മകന്റെ കൂടെ ചുടലക്കാട് പോലെ മുടിയുള്ള പിള്ളേര് പഠിക്കുന്നുണ്ടോ? ഉണ്ട് സർ. അവനൊരു പാവമാണ്. അത് ഞാൻ തീരുമാനിച്ചോളാം. എവിടെയാ അവൻ പഠിക്കുന്നത്? ക്രസൻ കോളേജ്. ക്രസൻ കോളേജ്. രാഹുലിന്റെ റൂം എവിടെടാ? മോളിലെ സാറേ. ഒരു മിനിറ്റ് സാറേ. ക്ലിപ്പ് മുഴുവൻ കണ്ടില്ലേ? കള്ളൻ. വെറുതെ അല്ല നമ്മുടെ നാട്ടിലെ പിള്ളേർക്കൊക്കെ ഇത്ര ക്ഷീണം. ബോംബയ്ക്ക് പോവാ സാർ. സത്യം സാർ. അങ്ങനെ ബോംബക്ക് പോകാനൊരു ചാൻസായി. അവൻ രക്ഷപ്പെടാൻ പാടില്ല സർ. നമ്മുടെ എല്ലാ ഫോഴ്സും ഉപയോഗിക്കണം. നിങ്ങളൊക്കെ നോർത്തിലുണ്ടാവണം. സർ. നിങ്ങൾ? സൗത്തിൽ. യെസ്, ഗുഡ്. ചിലപ്പോൾ അവൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തത് നമ്മളെ കബളിപ്പിക്കാനാവാം. അതിനാൽ എല്ലാ ബസ് സ്റ്റാൻഡിലും വോൾവോയ്ക്കുള്ള എല്ലാ ബസ് സ്റ്റോപ്പുകളിലും കർശന ചെക്കിംഗ് വേണം. ഉടൻ തന്നെ കോളനിയിലേക്ക് കുറച്ചു പേർ പുറപ്പെടണം. ഓക്കെ, റൈറ്റ്. ക്യുക്ക്. മച്ചാനെ, പോലീസ് നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ടാവോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാനാണ് കുറ്റക്കാരൻ. നിങ്ങളൊക്കെ എത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടോ? പോലീസ് പിടിച്ച കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. അതാ നല്ലത്. നിന്നാവാ ദുരക്ക് വിട്ടു കൊടുത്തട്ടെ ഞങ്ങൾക്കാർക്കും രക്ഷപ്പെടണ്ട. ഒരാളുടെ കണ്ണിൽ കരട് പോയാ കൂട്ടുകാരുടെ കണ്ണെന്ന് അറിയണം. അതാണ് മുത്തേ ഫ്രണ്ട്ഷിപ്പ്. നീ ഞങ്ങൾ ചങ്കാടാ. സമയാവാൻ കാത്തിക്കണ്ട. നമുക്ക് ഇപ്പോഴേ സ്കൂട്ടാവാം. ഇപ്പൊ മനോജും വിഷ്ണു പുറത്തു വരും. ടിക്കറ്റ് എല്ലാവർക്കും റെഡി ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാം. വാ. ഈ പിള്ളേര് പ്രശ്നക്കാരാണോ? നമ്മുടെ പണിതോടെ തീരുവോ? നീ ഇത് താണ്ടടാ പോലീസ് എന്ന സിനിമ കണ്ടിട്ടുണ്ടാ? അതുപോലെ ആയിരിക്കണോടാ നമ്മള്. ആ, അത് സിനിമയല്ലേ? അതില് വില്ലന്മാർ വരും, പോലീസ് വരും, ഡയറക്ടർ ഒന്ന് കട്ട് പറയും, അതോടെ പ്രശ്നം തീരും. അതുപോലെയാണത്. ഇവിടെ മനുഷ്യർ പേടിയായിട്ടില്ല. നീ ഒരു പുരുഷനല്ലേ? നമ്മുടെ വനിതാ പോലീസിനുണ്ടല്ലോ നിന്നേക്കാളും ചങ്കൂറ്റം. അത് ചങ്കൂറ്റല്ല, പിന്നെ നെഞ്ചൂറ്റാ. പിന്നെ ആകെ ഒരു മനസ്സമാനം ഉള്ളത് മഫ്തിയിലായതുകൊണ്ട് ആര് കണ്ടാലും പോലീസ് ഇട്ടാലും പോലീസാണെന്ന് തിരിച്ചറിയില്ല. ഈ ആരെങ്കിലും ATM സെക്യൂരിറ്റി ആണെന്ന് വിചാരിച്ചോളൂ. വെള്ളം കിട്ടി. എങ്ങോട്ടാ? അതെ, അത്യാവശ്യം ഇട്ടൊന്ന് പോയിട്ടും വരാം. അവന്മാര് വന്നല്ലേ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ. ഈ നേരത്താണോ നിന്റെ?
മുഖ്യമന്ത്രി കസേര വേണോന്ന് ചോദിച്ചാലും രണ്ടിനും മുട്ടുന്ന സമയത്ത് ഞാൻ വേണ്ടെന്നേ പറയൂ. അടങ്ങ്. എല്ലാവരും മിനറൽ വാട്ടറിന് കുറ്റം പറയും, പക്ഷെ ഞാൻ പറയൂല. അശ്വതി, മനോജ്, റംഷീർ, വിഷ്ണു, രാഹുൽ. ആരാണ് ടോബിയെ കൊന്നത്? ഞാനാണ്. ഞാൻ കുറ്റം ഏറ്റു പറഞ്ഞതല്ലേ സാർ? അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ആ കഥയിൽ എന്തൊക്കെയോ കൂട്ടിച്ചേർക്കാനുണ്ട് മാധവ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവർക്ക് നോണെങ്കിലേ അടിക്കണം സാർ. ഞാൻ പറയാം. അഞ്ചാറ് പെൺപിള്ളേര് ഇറന്നല്ലേ തല്ലിയത്. അതിനും വേണമെന്നൊരു ഭാഗ്യം. അല്ല പിന്നെ എടാ നിന്നെ ഒരു പേര് വിളിച്ചല്ല, മക്രോണിയ. മക്രോണി അല്ലടാ, ഇക്രു. അതെന്റെ പെറ്റ് നെയിം ആയിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും അടുപ്പമുള്ളവര് മാത്രം വിളിക്കുന്ന ഒരു പേര്. അതെങ്ങനെ അവൾക്ക് ഫേസ്ബുക്കിലെ വാട്സാപ്പിലെങ്ങാനും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലടാ, അവളോട് തന്നെ ചോദിക്കാം. ഹലോ. ഹലോ ശ്രുതി. ഹേയ്, ഇറ്റ്സ് മീ രാഹുൽ. ഹായ് ഇക്രു. എനിക്ക് മനസ്സിലായി. ഞാൻ ഇക്രുവിന്റെ കോളും കാത്തിരിക്കായിരുന്നു. അല്ല, എങ്ങനെ എന്റെ പെറ്റ് നെയിം? ഇക്രു ടെൻഷൻ അടിക്കാതെ. സസ്പെൻസ് എല്ലാം നമുക്ക് നാളെ പൊളിച്ചെടുക്കാന്നേ. ഇക്രു നാളെ ഫ്രീ ആണെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ബീച്ചിൽ ലവ് കോർണറിലേക്ക് വാ. മേ ബി വി ഗോ ഫോർ എ ഡ്രൈവ്. ഓക്കെ, സീ യു. ഓക്കെ, ബൈ. ബൈ. പോലീസിൽ വന്നിട്ട് ഇതുവരെ പോലീസ് യൂണിഫോം ഇടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. എന്നും പൂച്ചയും കരടിയും നായി എന്റെ മുഖം തന്നെ എനിക്ക് മറന്നുപോയി. എടോ നമ്മളെന്തിനാ ഇവിടെ വന്നേ? എന്തിനാ വന്നേ? എടോ കുളിസിയും കാണാനോ? എടോ കുളിസിയും കാണുന്ന പോലെ പിടിക്കാനല്ലേ നമ്മളിവിടെ വന്ന്? പിടിക്കാനാ? ആ, എന്നാ കേറിക്കോ. പിന്നെ ഞാൻ വീട്ടിലെ സ്റ്റെപ്പ് തന്നെ കയറാൻ പറ്റുന്ന പാടി എനിക്ക് അറിയില്ല. അതേ ഞാൻ എന്റെ കുഴപ്പോ. അപ്പൊ നമ്മൾ കയറണല്ലേ? ആ കയറണോ? എന്നാ ഒന്ന് മൂത്രം വെച്ചിട്ട് കയറാം. ആ, അതാ നല്ലത്. അങ്ങനെയെങ്കിലും ഒരു എക്സസൈസ് ഉണ്ടായിക്കോട്ടെ. ഇതെന്ത് മുടിയാ? ഇതല്ലേടോ അത്. ഏത്? ഇതെന്താ കരിമ്പരങ്ങ്? ഞാൻ ഇപ്പുറത്ത് കൂടി പോയിട്ട് കാലിന്റെ ഭാഗം പിടിക്കാം, അവിടുന്ന് തുടങ്ങാം. ഞാൻ ചെന്നിട്ട് പുറകിന്ന് ഒരൊറ്റ പിടുത്തോ. ഡാർക്ക് സീനാട്ട കടാപ്പുറത്തേക്ക് പാട ഓടിക്കോ. ഇറങ്ങാൻ പറ്റാത്ത കേറിയിരിക്കും. ചേട്ടൻ എന്താണ്?
പറഞ്ഞ മനസ്സിലാവും. ഇത് ആധാരാണ്. പോലീസ്. പോലീസാ? അത് വള്ളി പോയി പറഞ്ഞാ മതി. ഇവൻ വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കണ്ട, നമുക്ക് സ്റ്റേഷൻ പോയി വിശ്വസിക്കാം. ചേട്ടാ ഇത് രണ്ടെണ്ണം. ഹലോ, തനിച്ചാണോ? പുഷ്കര, നീ എവിടാ? നിന്നോട് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. തനിച്ചിങ്ങനെ തൂണും ചാരി നിക്കണ്ടെന്നേ. പോരണ പുഷ്കര, നിന്നോട് എത്ര തവണയായി ഞാൻ പറയണു. ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്കിഷ്ടായിട്ടോ. ഇത് പിടിക്ക്. അയാളുടെ ഫോണാ, നീ വെച്ചോ. അത് കലക്കി. പിന്നല്ലാതെ ഞാൻ ആരാ മുതലെന്നാ നീ വിചാരിച്ചോ? എന്താടാ? സദാവിനെ വിഷ്ണുവിനെ അവിടെ കരക്കാരെ പഞ്ഞിക്കിട്ടു. എന്താ കാര്യം? അത് പിന്നെ അവര് മതവന്മാരെ കുളിസി കാണാൻ പോയതാ. എന്റെ അമ്മോ, വാ ഇപ്പൊ വരാട്ടോ. അഴിച്ചു വിടോ. ശരിക്കും നോക്കടോ. ആഫ്രിക്കൻ കാട്ടിലിട്ടാൻ പെട്ടെന്ന് എവിടാന്ന് വിചാരിച്ചപ്പോ തപ്പുക. ഇത് എവിടെ പോയിന്നാല് അടങ്ങിരിക്കണോ? അടങ്ങിരിക്കി. കിട്ടിയോ? സാറിന്റെ മോതിരം കിട്ടി. കിട്ടിയാ? അവിടെ കേട്ടു. സാറേ, വനം വകുപ്പിലേക്ക് അടങ്ങി നിൽക്കണോ? വനം വകുപ്പിലേക്ക് ഒന്ന് വിളിച്ചാലോ? ആന്റിനാ? അല്ല, ഇവനെ ഏതാ വനത്തിൽ കൊണ്ടുപോയി ഒഴിവാക്കണ്ടേ? എന്നിട്ട് വേണം കാട്ടിലെ ജീവിയെല്ലാം നാട്ടിലേക്ക് വരിക. അവന്റെ പേര് അഡ്രസ് ഒന്ന് നോക്കി എഴുതിയെടുക്കണം. ഇവന് പേരും അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ലാന്ന് ഇവനെ കണ്ടറിഞ്ഞു. എന്താടോ നായ്ക്കുറുക്കലുണ്ടായതാ? മേ കമിൻ സർ? യെസ് കമിൻ. വന്നല്ലോ സർ, ഞങ്ങൾ ഇവരെ ജാമ്യത്തിലിറക്കാൻ വന്നതാ. ഓ, ഇവരൊക്കെ ജാമ്യത്തിൽ എടുക്കാൻ ആൾക്കാരോ? യവന്മാരെല്ലാം കയ്യിലിരിപ്പെന്താന്ന് മേഡത്തിന് അറിയാഞ്ഞിട്ടാ. ആ മേനോം വിളിച്ച് പറഞ്ഞത് കൊണ്ടാ. ഇറക്കി വിടറോ. ഇറങ്ങി പോയിക്കാനുള്ള അവിടുന്ന്. താങ്ക് യു സർ. ഇതെന്താണ് ബൈ? കുറച്ചുകൂടെ ഒന്ന് ഡീസന്റ് ആയിക്കൂടെ? പോലീസുകാരുടെ തല്ലുകൊള്ളുന്നതും ഇപ്പൊ ന്യൂ ജനറേഷൻ സ്റ്റൈലാ. കഷ്ട. ബൈഡാ. ബൈ ബൈ. ഞാനൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാ. ഒരു ഫീച്ചർ സബ്മിറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലാ ഇവിടെ. ഓ, രാഹുലുമായിട്ട് നിനക്ക് എന്താ കമ്മിറ്റ്മെന്റ്? അതൊക്കെയുണ്ട്. വലിയൊരു ഫ്ലാഷ് ബാക്കാ. ആഹാ, പറയടോ. ഇപ്പൊ പറയില്ല, സമയായിട്ടില്ല. ആയിക്കോട്ടെ. രാഹുൽ പിന്നെയും ചിന്തിച്ചോണ്ടിരിക്കുക? അല്ല ശ്രുതി, ഈ പ്രണയത്തെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. എന്താ? എന്താ രാഹുൽ? എന്നാ ഞാൻ ആ കാര്യം പറയാൻ പോവാ. ഒന്ന് പറയോ? നമുക്കും തുടങ്ങിയാലോ? എന്ത്? മനസ്സിലാവാഞ്ഞിട്ടൊന്നുമില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അവളുടെ. അതെ, നമുക്കൊന്ന് നടന്നാലോ? നടക്കാനൊക്കെ ഇനി സമയമുണ്ട്. ഇത് പറയാൻ ഇനി ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? എന്നാ പിന്നെ പറയാനുള്ളതൊന്ന് പറ. എനിക്കൊരാളെ പ്രണയിക്കണമെന്നുണ്ട്. ആഹാ, ആരെ? അതാണ് ഞാനും ചിന്തിക്കുന്നത്. താൻ ഫ്രീ ആണോ?
മിഴികൾ താനേ നനവോടെ മൊഴിയും കഥയി പ്രണയം ചെറുനൊമ്പരമോടൊരു നേരം സുഖമുള്ള സ്വകാര്യം ചൊല്ലി പുണരും ഇളനൂൽ വെയിലിൽ മനസ്സിനുള്ളിൽ അഴകേറും മഴവില്ലാണീ പ്രണയം മിഴികൾ താനേ നനവോടെ മൊഴിയും കഥയി പ്രണയം തെന്നലേ വിരൽ തൊടാൻ വിരുന്നു വന്നുവോ ജാലകം തുറന്നിടാൻ പതിഞ്ഞു ചൊല്ലിയോ താരകൾ മറന്നു പോയ പൂനിലാവിനാൽ പേരു നീ കുറിച്ചതെന്തിനെന്നു ചൊല്ലുമോ കനവാകെ കടൽ പോലെ തിരനീട്ടി തഴുകുമ്പോൾ ഒരായിരം പ്രതീക്ഷകൾ പനിനീർ മലരായി വിരിയും മനസ്സിനുള്ളിൽ അഴകേറും വില്ലാണീ പ്രണയം ആടുവാൻ കൊതിച്ചു നിന്ന പ്രാണവേണുവിൽ മെല്ലെ നീ പതുങ്ങി വന്നൊരുമ്മ തന്നു ആയിരം വസന്തകാലവർണ്ണ സൗരഭം ആർദ്രമായി നൽകി എന്നെ ഓമനിച്ചു നിലവിൻ്റെ ചിമിഴിൽ നീ നിറയുന്നു നറുതേനായി വിലോലമാ വിഭാഗമേ പതിവായി അരികിൽ വരുമോ മനസ്സിനുള്ളിൽ അഴകേറും മഴവില്ലാണീ പ്രണയം മിഴികൾ താനേ നനവോടെ ഒഴിയും കഥയീ പ്രണയം When did you meet Toby for the first time? ഹായ് ഇത് പുതിയ രാജ്യത്തിലേക്കുള്ള വിസ എന്നാലും നീ ഇത്ര തരം താഴൊന്നും ഞാൻ കരുതിയില്ല. ഞാനൊരു 1000 വട്ടം പറഞ്ഞില്ലേ, അപ്പോഴത്തെ മൂഡിൽ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല. സോറി, ഇനിയില്ല. നീയാണ് സത്യം. തൽക്കാലം വരവച്ചു. ഈ മുഖം അതെനിക്ക് മുൻപരിചയമുണ്ട്. ശരി, എവിടെ വെച്ച്? അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. തൽക്കാലം ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഞാൻ വൈകിട്ട് വരാം.
അപ്പോഴേക്കും ഡിസ്ചാർജ് ആവുമല്ലോ. പോട്ടെ. ഏയ് പോവണം. എന്തത്ര ധൃതി? ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട്. എന്താ? ഒക്കെ ഉണ്ടെന്നേ. വൈകിട്ട് കാണാം. ഓക്കെ ബൈ. എന്തായി മോളെ? അങ്കിൾ ടെൻഷൻ അടിക്കണ്ട. രാഹുൽ ഈസ് അബ്സല്യൂട്ട്ലി നോർമൽ. ഇത് ആഹാ, രാഹുലിനെ പോലെ ആന്റിക്ക് എന്നെ മനസ്സിലായില്ല. ആന്റിയുടെ ആങ്ങളുടെ മോളാ ഞാൻ. ദൈവമേ, ഇവളിങ്ങനെ മാറിപ്പോകുന്നു ഞാൻ അറിഞ്ഞോ. പിണക്കൊക്കെ മാറ്റി വെച്ച് വല്ലപ്പോഴും വീട്ടിലേക്ക് വരണം. അല്ലേ ഇങ്ങനെ ഇരിക്കും. ഏട്ടൻ എല്ലാവർക്കും സുഖം. മാധവേട്ടൻ എങ്ങനെ മനസ്സിലായി ഇവളെ? അതെ, ഇവളെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പുരോഗതി അറിയാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അങ്കിൾ, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ആ ആന്റി, രാഹുൽ എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. 5ാം ക്ലാസ്സിൽ വെച്ച് കണ്ടതല്ലേ. ഇന്നവന്റെ പിറന്നാളൂടെ ആയതുകൊണ്ട് ഞാൻ തന്നെ സർപ്രൈസ് പൊളിച്ചോളാം. ആന്റി ഇതൊന്നും പറയരുത് കേട്ടോ, പ്ലീസ്. Hi, Shruti. I'm Toby. How is Rahul? How do you know me? The real heroine. എന്താ തന്റെ ഉദ്ദേശം? What? താൻ വലിയ ജാടയൊന്നും ഇറക്കണ്ട. താൻ ആരാന്നും എന്താന്നൊക്കെ നാട്ടുകാരറിയാൻ ഇനി അധികം സമയം വേണ്ട. ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. ഞാൻ വിളിക്കാം. ചിലക്കാതെ കാര്യം പറയടി. എന്താടാ? എടാ പുല്ലേ, നീ ചെയ്യുന്നൊന്നും ആരും അറിയില്ലാന്ന് കരുതിയോ? അതിന്റെ മോളവനെ പറ്റിക്കായിരുന്നല്ലേ. ഗോപിയുടെ മകൾ മരിച്ചതടക്കം നിന്റെ എല്ലാ വൃത്തികേടുകൾക്കും എന്റെ കയ്യിൽ തെളിവുണ്ട്. Sorry, baby. പിടിക്കണവനെ. പിടിക്കണവനെ. നിക്കണോ? പിടിക്കണവനെ. പിടിയടാ. എണീക്ക് ശ്രുതി. 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 എണീക്ക് ശ്രുതി. 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 Then tell me, how did you end Toby? ഞാൻ പറയാം സർ, ഞാൻ പറയാം. രാഹുലെ അവിടെ എന്തൊട്ട് തലയാട ഇത്? കൊടുങ്കാട് പോലെ ഉണ്ടല്ലോ. വല്ല അനാക്കൊണ്ട് അകത്തോട്ടാ. ഓരോരോ പരിഷ്കാരങ്ങള്. എന്റെ മുടി എന്താണാവോ ഇങ്ങനെയാവാത്തേ? നീ ആ റൂം നമ്പർ 111 കേക്ക് തന്നെ. ഇല്ല, തരില്ല. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. പന്നടിച്ച് കിറങ്ങി കിടക്കണേട്ടാ. എടുത്ത് പോടാമനെ. മേലെ കൊണ്ടുപോയി പണിയാം. എന്ത് സാറോടെ മധുര നീ ചെലുത്തിയേക്കണത്? നിനക്ക് ഞാൻ നിന്റെ ചോരനെ കുടിക്കാൻ തരാം. സുഖം ഞാൻ മനസ്സിലാക്കി തരാം. ഓടിക്കോ. സാർ, ഇത് ഫോറൻസിക് ഓഫീസർ. ഹലോ സാർ, റിപ്പോർട്ട്.
യെസ് സാർ. ടോബി മരിക്കാനുള്ള ഒരു കാരണം ശരീരത്തിൽ ആരോ വിഷം ഇഞ്ചക്ട് ചെയ്താണ്. അപ്പോൾ ആ രണ്ടുപേരുമല്ല കൊലപാതകം ചെയ്തത്. അതെ സർ. മറ്റൊരു അദൃശ്യ കരം കൂടി ഇതിന് പുറകിലുണ്ട്. യെസ് സർ. Who is the third person? And why he is in darkness? അന്ന് ആ രണ്ടു കൂട്ടരല്ലാതെ ഫ്ലാറ്റിലേക്ക് വേറെ ആരെങ്കിലും വന്നോ? കഴിഞ്ഞ മാസം മുതൽ ഇന്നലെ വരെയുള്ള ബാക്കപ്പ് എല്ലാം ഉണ്ട് സാർ. എന്നാണ് ഇവർ വന്നത്? ഇന്നലെയായിരുന്നു സാർ. പ്ലേ ചെയ് സാർ. Pause. Rewind. Frame by frame. Yeah. Pause. Enlarge that frame. Little more. ഇവൻ എനിക്കറിയാം സാർ. He's a cosmetic surgeon, sir. Oh. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല സാർ. I want this man at any cost. യെസ് സാർ. ഡോക്ടർ രവീന്ദ്രൻ. എന്താ സർ? എന്താ വേണ്ടത്? അയ്യോ, സൂക്കേടൊന്നുമില്ല. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഓക്കേ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പത്മനാഭന്റെ പൊൻപണം പറ്റുന്നവനാണേ. സർ, they waiting for you. യെസ്, ടെൽ മീ. അയ്യോ, ഒന്നുമില്ലേ. രണ്ടുപേര് പുറപ്പെട്ടു പോയ കേസ് അന്വേഷിക്കാൻ വന്നതാ. അലച്ചിലുകൾ തീരുന്നില്ലെന്നേ. ഇനി അവര് വേഷം മാറി നടക്കുന്നുണ്ടോന്നറിയാൻ സാറിനോടൊന്ന് ചോദിക്കാൻ വന്നതാ. ഞാൻ ആരെയും വേഷം മാറ്റാറില്ലല്ലോ. നിങ്ങൾ വേറെ എവിടെയും പോയി നോക്കി. ഓ, അപ്പൊ ശരിയണ്ണ. അല്ല അണ്ണ ഇപ്പൊ എന്തൊരു പറഞ്ഞ? അണ്ണന്റെ നാടെവിടെ? തലശ്ശേരി. ഓ, അതാണ്. സാറേ, അവന്റെ കള്ള നോട്ടം കണ്ട സാറേ? ഇതിലെന്തോ ഉണ്ട് സാറേ. എനിക്ക് അയാളെ പിടിച്ചേ പറ്റൂ. ചെല്ല്. ഞാൻ എന്ത് ചെയ്തു? ഡോക്ടർ രവീന്ദ്രൻ, ഇവിടെ ഒരു മർഡർ നടന്നു. അന്നേ ദിവസം നിങ്ങൾ ആ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുമുണ്ട്. എന്ത്? ഞാനോ? നിങ്ങക്ക് ആള് മാറിയിട്ട? ഓക്കെ, എനിക്കിപ്പോ ഓർമ്മ വരുന്നു. എനിക്ക് അവിടെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അത് ശരിയാ. ക്ലയന്റ് ഉണ്ടായ ഡോക്ടർ സാറിന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇയാളെ അറിയാവോ? ഇല്ല, എനിക്കറിയില്ല. ഈ ടോബിയെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് മാത്രമേ ഇവരെ നന്നായിട്ട് അറിയൂ. ആ കാര്യം നിന്റെ കണ്ണ് കണ്ടാൽ എനിക്ക് മനസ്സിലാകും. എനിക്കറിയില്ല. എന്തിനാണെങ്കിലും പൊള്ളു പറയണം. സാറിനോട് തർക്കുത്തരം പറയുന്നോടാ. സത്യം പറയണ. എനിക്കറിയാം. ഞാൻ പറയാം. എനിക്കവനെ ഒരിക്കലും മറക്കാൻ പറ്റൂല. എലിസബത്ത് മേരി, ഭർത്താവ് മരിച്ച സ്ത്രീ, വലിയ ആർഭാടങ്ങളിൽ ജീവിക്കുന്ന ഒരു പിമ്പ്. അവരുടെ മോളായിരുന്നു എൻ്റെ ഭാര്യ. എന്നേക്കാൾ
എന്നേക്കാൾ ഒരുപാട് വയസ്സ് കുറവുള്ള സുന്ദരി. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. എന്താ? Ty! What the hell is this? Can't you even take care of this? സോറി ബേബി, ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നോ പ്രോബ്ലം. എനിക്കറിയില്ല നിങ്ങളെ. പോയിട്ട് വെക്കം വരെയും. താങ്ക്സ്. ബൈ. എവിടാ? തലശ്ശേരിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്കില്ലേ? വാ. അത് ടോബി അല്ലേടി? അതെ. എന്തേനു? ഡീ, അത് ശരി. തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് നീ വലിയൊക്കെ പറയാനായിട്ട് നിൽക്കുകയാണോ? കിഫർ എന്നോട് വേണ്ട, അന്റെ കെട്ടിയാനുണ്ടല്ലോ ആ ഡോക്ടർ, മൂപ്പരിതെന്ന് അറിഞ്ഞോട്ടെ. അപ്പ മാറും എന്റെ സൂക്കേട്. നിങ്ങൾ എന്ത് തള്ളേണ്? ഒരു വേഷം കെട്ടി നടക്കണു. ഞാൻ ഇങ്ങനെയാണ്. ഇന്നത്തോടെ എന്റെ വിസ ഞാൻ റദ്ദാക്കും. എന്നോടാ കളിക്കണേ? ഇങ്ങക്ക് എന്താ ഇപ്പൊ വേണ്ടേ? 1,00,000 ഉറുപ്യ, 1 ലാക്ക്. ക്ലബിന്റെ സംഗതികളൊക്കെ ഏറെ നടക്കാനുണ്ട്. എപ്പോഴും വന്ന് ചോദിച്ചെടുത്തു തരാം. ഇതെന്താ മലബാർ സഹകരണ ബാങ്കോ? ഈ അതിലും വലിയ ബാങ്കാണെന്ന് നിക്ക് അറിയാടി. ആ ടോബിക്ക് എടുത്തു കൊടുക്കണുണ്ടല്ലോ ഇഷ്ടം പോലെ. അതിനെനക്ക് കുഴപ്പമില്ല അല്ലേ? ഞാൻ എല്ലാം അറിഞ്ഞേനെ. എന്റെ കെട്ടിയവനും ഇതെന്ന് അറിയട്ടെ, അപ്പൊ കാണാം. ഇങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല, ഇങ്ങളെന്നെ പെറ്റൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അമ്മയായിട്ട് കരുതിയിട്ടുമില്ല. ഒരു ചൊറ പിടിച്ച കെട്ടിയോനെ ഇങ്ങളാണ് എനിക്ക് ഒപ്പിച്ചു തന്നത്. തൽക്കാലം മൂപ്പരുടെ കെയർ ഓഫിൽ നിന്ന് പിഴച്ചേ പറ്റൂ. അതുകൊണ്ടാ.
ഗുഡ് മോർണിംഗ്. എനിത്തിങ് എൽസ്? നോ സർ. ഓക്കെ. എന്താ വേണ്ട സർ? സോറി സോറി. സർ, ബോട്ടക്സ് ട്രീറ്റ്മെന്റിന് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട്. കീപ് ദ തിയേറ്റർ റെഡി. ഓക്കെ സർ. I'll be there. സർ, ഇതാണ് മാർക്കിംഗ് ചാർട്ട്. Okay. What happened, sir? Sorry. I'm disturbed. Please carry on. Come. ഞാനൊരു മൂഡിന് വിളിച്ചതാ. ഒരു മരുമകനായിട്ടല്ല ഇപ്പൊ വിളിക്കണേ. എനിക്കൊരു കാര്യമുണ്ട്. ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു പൂതിയുള്ള കാര്യം ഒക്കെ അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ഒരു മോഹമുണ്ട്. എന്നെ ഒന്നുകൂടെ ചെറുപ്പാക്കി തരാൻ പറ്റുമോ? പിന്നെന്താ, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ആ, ബോട്ടക്സ് ട്രീറ്റ്മെന്റ്. ഈ മെഡിസിൻ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഭയങ്കര മാറ്റം വരും. മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റാൻ പറ്റിയ ഇഞ്ചക്ഷനാ. നിങ്ങളെ എങ്ങാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തോ ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. എന്താണെന്ന് ഗസ് ചെയ്യാമോ? I don't know. Guess it. I don't know. അമേരിക്കയിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിന്റെ സാങ്ഷൻ കിട്ടി. Wow, that's great news. സന്തോഷത്തിന് ഒട്ടും കുറവ് വരുത്തണ്ട. ഈ നിമിഷം തന്നെ നമ്മൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ആദ്യപടിയായിട്ട് ഇന്ന് രാത്രി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. ബട്ട് ബേബി, ഞാനാണ് അതെല്ലാം സെർവ് ചെയ്യുന്നത്. ഓക്കെ? കഴിച്ചു നോക്ക്. നിങ്ങൾ കഴിക്കുന്നില്ലേ? നോ, ഐ ലൈക്ക് ടു സീ യു ഹാവ് ഇറ്റ്. Have you ever loved me?
ഐ മീൻ എന്നെ പോലെ ഒരാളെ നിനക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? നിങ്ങൾക്ക് എന്തോ ഒരു കുറവ്. നിങ്ങളെനിക്ക് പെരുത്ത് ഇഷ്ടമല്ലേ? ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ. നിങ്ങളല്ലാണ്ട് എനിക്ക് ആരും ഉള്ളത്. യെസ് യെസ് ഐ നോ ഐ നോ ഐ നോ. നീ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങളെന്താ ഇപ്പൊ ഇങ്ങനെ പറയണ? നോ നത്തിങ്. മോൾക്ക് ഈ മീറ്റ് ഇഷ്ടപ്പെട്ടോ? ഓഫ് കോഴ്സ് ഐ ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടു? ആ ഇഷ്ടപ്പെടും, എനിക്കറിയാം. ഇതിനേക്കാളും മോൾ ഇഷ്ടപ്പെടുന്ന വേറൊന്നും ഞാൻ തരട്ടെ. ഇറ്റ്സ് വെരി വെരി പ്രഷ്യസ്. കഴിക്കടി, തള്ളയുടെ മാംസം തിന്നല്ലേ, ഇനി ഇതായിട്ട് ബാക്കി വെക്കണ്ട. കഴിക്കടി കഴിക്കടി കഴിക്ക. ആ ബോഡികൾ അവർ സേഫായിട്ട് ഓരോ പ്ലാസ്റ്റിക് ബാഗിലുണ്ട് സാർ. ടോബിയും ആ ബാഗിനുള്ളിലാക്കി ഞാൻ കാത്തിരുന്നാണ് സാർ. അപ്പോഴേക്കും എങ്ങനെയാണ് നിങ്ങൾ ടോബിയെ വകവരുത്താൻ ശ്രമിച്ചത്? നേരിട്ട് ചെന്ന ടോബിയെ എതിരിട്ട് കീഴടക്കാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചില്ലെങ്കിലോ. സോ ഞാനൊരു പ്ലാൻ തയ്യാറാക്കി. ഇഞ്ചക്ട് ചെയ്താൽ 2 മണിക്കൂറിനകത്ത് മരണം ഉറപ്പാവുന്ന ഒരു മാരക വിഷവുമായി ഞാൻ ഫ്ലാറ്റിലേക്ക് ചെന്നു. You can do anything because I'm Tommy. വിടാം, നിന്നെ ഭൂമി എന്നല്ല പറഞ്ഞു വിടാം. കുറച്ച് സമയം കൂടി മാത്രമേ നീ ഭൂമിയിലുണ്ടാവൂ. നിന്റെ മരണം എനിക്കെന്റെ കൺമുമ്പിൽ കാണണം. എന്റെ കുടുംബത്തെ പന്നടിച്ച് കിറങ്ങി കിടക്കണേട്ടാ. എടുത്ത് പൊക്കടാമനെ മേലെ കൊണ്ടുപോയി പണിയാം.
എനിക്ക് ഈ ചിത കൊടുത്താനാവില്ലേട്ടാ. നീ എന്താ ഈ പറഞ്ഞത്? എത്ര കുടുംബങ്ങളുടെ പാപഭാരമാണ് ഇവന് ചുറ്റും. ഇവൻ കാരണം എത്ര കുടുംബങ്ങളാണ് കണ്ണീർ തൂവിയത്. ഇങ്ങനൊരു മകന്റെ ചിതയ്ക്ക് തീ വയ്ക്കാൻ എന്നിലെ അച്ഛൻ സമ്മതിക്കുന്നില്ല. താളം പുതുമഴ മണി വിതറിയമേ
എടുത്ത് വയ്ക്കാതെ താഴത്തു വയ്ക്കാതെ മാറോട് ചേർത്തു ഞാൻ പ്രിയമോടെ നിന്നെ. നീ എൻ്റെ ആത്മാവിൻ ഏകാന്ത സംഗീതം, നീ എൻ്റെ ജന്മം ധന്യമാവാനായി വന്നുവോ. മായത്തേരിൽ നീ കാണാത്ത ദൂരങ്ങൾ തേടിപ്പോവുകയോ. എന്റെ ജീവനിൽ വന്നു മോഹമായി കോമൽ ആനന്ദവായ്പോടെ ആളുന്ന വീർപ്പോടെ കാലത്തിലൂടെ ഞാൻ കാണുന്നു നിന്നെ. തോരാത്ത കണ്ണീരൻ പേമാരി തൂകുന്നു, നിന്നോർമ്മയുള്ളിൽ നീറുമ്പോളോ മനെ. ആരോടും പറയാതെ ഏതോ നോവിൽ ഞാൻ പാടുന്ന പാട്ടിൽ നിൻ നെഞ്ചലില്ലയോ. കണ്ണാനീ പുലരൊളിതഴകോടെ എന്റെ ജീവനിൽ വന്നു മുഖമായി കോമൽ പൂവേ. മഴമണി വിതറിയ മേളം ചിരി മധുമൊഴി മലർത്താലം. കണ്ണാനീ പുലരൊളിതഴകോടെ എന്റെ ജീവനിൽ വന്നു മുഖമായി കോമൽ പൂവേ നീ. ചേട്ടാ ഒരു സോഡ. ഏയ് നിർത്ത് നിർത്ത്, അത് നമ്മൾ CC ക്യാമറ കണ്ട വണ്ടിയല്ലേ. എടോ പൈസ ഉണ്ടോ? അത് സാർ വിട് സാർ. എന്താ സാർ? ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സജീവൻ, വക്കച്ചന്റെ ഡ്രൈവർ. സജീവൻ എന്തോ പറയാനുണ്ടല്ലോ. ഒന്നുമില്ല സാർ. ടോബി മരണപ്പെട്ടു നിനക്കറിയില്ലേ? സജീവൻ സത്യം പറയാൻ ഞാൻ എന്ത് മുറയെടുക്കണം? ഒന്നും വേണ്ട സാർ, ഞാൻ പറയാം. എനിക്കറിയേണ്ടത് ഒന്നു മാത്രം, ടോബിയും വക്കച്ചനും തമ്മിലുള്ള ബന്ധം. ഞാനിവിടെ തന്നെ ഉണ്ട്. ടോബി ICUവില്ല. നീ ഒന്ന് വേഗം വാ. അല്ല ചേട്ടാ, ഈ ആക്സിഡന്റിൽ പെട്ടവരെ ഇപ്പൊ കാണാൻ പറ്റില്ല സാർ. അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ വല്ലവരോ? ഡോക്ടറെ, ഞാൻ വക്കച്ചൻ, പെൺകുട്ടിയുടെ അച്ഛനാ. നിങ്ങളൊന്ന് വരൂ. സംഗതിയുടെ സീരിയസ്നെസ് മിസ്റ്റർ വക്കച്ചൻ ഉൾക്കൊള്ളണം. ഹെഡിൽ 3 സ്ഥലത്ത് രക്തസ്രാവമുണ്ട്. അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാനാവില്ല. സാറിന്റെ മോളെ രക്ഷിക്കണം. എന്റെ എല്ലാ പ്രതീക്ഷയും അവളാ.
പണം ഒരു പ്രശ്നമല്ല ഡോക്ടർ. എന്റെ ഭാര്യയും ഞാൻ അറിയിച്ചിട്ടില്ല. അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. എന്റെ ഇളയ മോളും ഇത് അറിഞ്ഞിട്ടില്ല. എങ്ങനെയെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സാർ. വക്കച്ചന്റെ വിഷമം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. ഞങ്ങളെ കൊണ്ടാകുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വലിയൊരു ഡോക്ടർ തീരുമാനമല്ലേ വക്കച്ച അന്തിമം. മോളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ? അറിയില്ല സാർ. അവൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് അവിടേക്ക് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. ഇത് എങ്ങനെയാണെന്ന് ഡോക്ടറെ, എനിക്ക് മോളെ ഒന്ന് അടുത്ത്. നോനോ, ഇപ്പൊ അങ്ങോട്ട് പ്രവേശനമില്ല. അല്ല, നിങ്ങളുടെ മകളുടെ കൂടെ വന്ന ചെറുപ്പക്കാരൻ ആരാ? അറിയില്ല ഡോക്ടർ, ഒന്നും അറിയില്ല എനിക്ക്. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. 2 ദിവസത്തിനകത്ത് വാർഡിലേക്ക് മാറ്റും. ഒരാഴ്ചക്കുള്ളിൽ മോനെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, അവൾക്ക് അല്പം സീരിയസ് ആണ്. ദാ പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നേ. ശരി എന്നാ. ആ കുട്ടി താങ്കളുടെ മകളാണെന്നറിഞ്ഞു. എന്റെ മോനോടൊപ്പം അവളെങ്ങനെ? എനിക്കൊന്നും അറിയില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ. കരയാതിരിക്കെ സർ, എപ്പോ നോക്കിയാലും മാതാപിതാക്കൾക്ക് മക്കളോടൊപ്പം നടക്കാൻ പറ്റുമോ? അവരെ കോളേജിൽ വിടുന്നത് പഠിക്കാൻ വേണ്ടിയല്ലേ. എന്താ അതവര് മനസ്സിലാക്കാതെ? ഒരച്ഛനും അമ്മയും മക്കളെ വഴിപഴച്ച് കാണാൻ ആഗ്രഹിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഓരോന്ന് നടക്കുന്നത്. ആക്സിഡന്റ് പറ്റിയവരുടെ സാധനങ്ങളാ. ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു മോളെ. ഇനിയും കരഞ്ഞിട്ട് എന്താ കാര്യം? ഒരച്ഛനും കാണാൻ പാടില്ലാത്തതാണ് ഞാൻ ഇന്ന് കണ്ടത്. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് മോൾക്കറിയായിരുന്നു? എന്റെ ഭർത്താവിന്റെ ധീരസാഹസങ്ങളും അങ്ങേരുടെ കാമുകിമാരുടെ എണ്ണവും ഓർത്തു വെക്കാൻ മാത്രം എന്റെ തലച്ചോറിന് വലിപ്പമില്ല. അപ്പോ ടോബി? നിങ്ങളുടെ ബൈബിളിൽ പറയാറില്ലേ ചെകുത്താനെ കുറിച്ച്? ആ ചെകുത്താനൊക്കെ എത്രയോ ഭേദം. റെസ്റ്റ് എടുക്കണം കേട്ടോ. എന്തിനാടി കരണേ? ഞാൻ ചത്തോ? എന്തിനാ ഈ പാവത്തിനെ ഇങ്ങനെ വിഷമിപ്പിക്കണത്? ഇനി ഇതിനെങ്ങനെ കരയിക്കരുത്. ആരോടും പറഞ്ഞില്ല എന്നെ ചൊല്ലി വിഷമിക്കാൻ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ. അത് സഹിക്കാൻ പറ്റുന്നവർ നിന്നാ മതി. ഈ പ്രായവും ചോരത്തെളുപ്പൊക്കെ ഒരു ദിവസം ചോർന്നു പോകും. അപ്പൊ സഹായിക്കാനേ ഇവളെ കാണൂ. അത് മറക്കണ്ട. കയ്യിൽ കാശുണ്ടെങ്കിൽ സുന്ദരിമാരായ ഹോം നേഴ്സ് ഉണ്ടാവും. അമ്മാവൻ തൽക്കാലം സ്ഥലം വിട്. എന്റെ അച്ഛൻ വരുന്നുണ്ട്. ഇനി അയാളും കെട്ടിയെടുക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഏതാ? ചോദ്യം ചെയ്യുന്നൊക്കെ അങ്ങ് സ്റ്റേഷനിൽ മതി. ഒന്ന് പോയി തരും എല്ലാരും. ആ, ഇത് ഡിസ്ചാർജ് ആണല്ലേ? അതെ. ടേക്ക് കെയർ ഓഫ് ഹിം. ഓക്കെ. ഞങ്ങളിന്ന് പോവും. ആയിക്കോട്ടെ മോളെ.
അയാളോടൊന്നും പറയാനില്ലേ? വൈദ്യശാസ്ത്രത്തിന് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകും. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോവാം. പക്ഷെ അതുകൊണ്ടും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പയുടെ മോള് വിഷമിക്കണ്ട. അപ്പ ഉടനെ തന്നെ കൂടെ വരും. വേദനയില്ലാത്ത ലോകത്തേക്ക് എന്റെ മോള് വേഗം പൊക്കിയുള്ളൂ. സർ, ടോബി കൊല്ലപ്പെട്ട ഫ്ലാറ്റിൽ ഒരു റൂം വക്കച്ചൻ്റെതാണ്. സർ, തലേദിവസം ആ ഫ്ലാറ്റിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടന്നിരുന്നു. അതിന്റെ ഫോട്ടോസാണിത്. ലെറ്റ്സ് ഗോ. സർ. സർ, ഒരു ലെറ്റർ. നയനമോ. സാർ, ടോബിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയതും
.9mm ബുള്ളറ്റുകൾ തന്നെയായിരുന്നു. എന്താ മോളെ? ഹായ് അങ്കിൾ. ഹായ്. ഇന്നലെ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എന്താ അങ്കിൾ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല മോളെ. എന്താ അങ്കിളേ ഇത്? സുധൻ, ഇങ്ങോട്ട് വാ. വിട്. എവിടെ പോകുന്നു? സുധൻ, വാ. കൊലപാതകം ഏറ്റെടുക്കാൻ സർവവും നഷ്ടപ്പെട്ടവരിൽ നിന്നും ഇനിയും ആരെങ്കിലും കടന്നു വരാം. അന്വേഷണങ്ങൾക്ക് പ്രസക്തി നഷ്ടമാകുമ്പോൾ ഈ അച്ഛൻ്റെ നമ്പരം മാത്രം ഇനിയും ബാക്കി. ഒരു മധുപാത്രം മൂത്തമാക്ക കണ്ണുകെട്ടി കാലിയാക്കണതീ കാലം കാട്ടുമാക്ക കാരിരുമ്പിൽ ആക്കി വച്ചൊരു മധുപാത്രം മൂത്തമാക്ക കണ്ണുകെട്ടി കാലിയാക്കണതീ കാലം മധുമന്താര സുരഭിലമീ കാലം സുഖ സംഗീതമുയരുമതീ നേരം ഇത് പഞ്ചാരവാക്കിൻ പൂക്കാലം കാട്ടുമാക്ക കാരിരുമ്പിൽ ആക്കി വെച്ചൊരു മധുപാത്രം മൂത്തമാക്കാൻ കണ്ണുകെട്ടി കാലിയാക്കണതീ കാലം Exceed what was Christ.
distance. Hello, exceed, but course distance. Hello.